അപ്പോൾ വെള്ളാറമലയിലെയും ഉണ്ടക്കയിലെയും സ്കൂളൊക്കെ പുനരാരംഭിക്കുകയാണ്. പുനഃപ്രവേശനത്തിന്റെ ദിവസം കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഞാനിപ്പോൾ ഷാന ഫാത്തിമന്റെ വീട്ടിലാണ്. ഷാന ഒരുക്കത്തിലാണെന്നാണ് വിചാരിക്കുന്നത്. ഷാനയുടെ ഉപ്പ പുറത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ഉപ്പനോടൊക്കെ ചോദിക്കാം. ഉപ്പ വഴുക്കുണ്ടല്ലോ അവിടെ. സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി? സ്കൂളിൽ പോകാനുള്ള റെഡിയായി നിൽക്കാന്. ഇതിപ്പോ തൽക്കാലം ഇങ്ങോട്ട് മാറിയതാണ്. അതെ തൽക്കാലം മാറിയതാണ്. നമ്മളെ വീട് നമ്മള് ചൂരൽമല സ്കൂളിന്റെ ഭാഗത്തായിരുന്നു. സ്കൂൾ റോഡിൽ സ്കൂൾ റോഡായിരുന്നു, തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് എത്രയായി? ഇങ്ങോട്ട് മാറിയിട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10 ആഴ്ചന്റെ മേലെയായി. വീട്ട് സാധനങ്ങളൊക്കെ കുഴപ്പമില്ല. നമ്മളെ കൂട്ടുകാരന്മാരും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ സർക്കാർ വശത്തുള്ള സാധനങ്ങൾ കിട്ടിയില്ല. അത് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ തൽക്കാലം ഉപയോഗിക്കാനുള്ള സാധനങ്ങൾക്ക് ബാക്കിയുള്ളത് കിട്ടിയിട്ടുണ്ട്. മോള് റെഡിയായോ? റെഡി ആയിക്കൊണ്ടിരിക്കുക. ഏത് ക്ലാസ്സിലാ? 7ാം ക്ലാസ്സിൽ. അല്ലേ? കൂട്ടുകാരെ കാണണ്ടേ? എത്ര ദിവസമായി കണ്ടിട്ട്? 2-3 മാസമായി. 2 മാസമായി അല്ലേ? 1 മാസമായി. ഞാന് പിന്നെ സ്കൂളിൽ കുറെ പേര് വന്നിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ കുറെ കണ്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോ എല്ലാരും ഒന്ന് കാണണം. ഫോണിലൊക്കെ വിളിച്ചിരുന്നു എല്ലാരും? ഇല്ല ഇല്ല അല്ലേ? ഇനിയിപ്പോ എല്ലാരും ഒന്ന് ആദ്യമായിട്ട് കാണാൻ പോകും കുറെ കാലത്തിന് ശേഷം. ഹാപ്പിയാണോ? സ്കൂൾ മാറിയതിലൊരു ചെറിയ സങ്കടം ഉണ്ടാവും അല്ലേ? വേറെ സ്കൂളിലേക്കല്ലേ പോകുന്നത്? ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എല്ലാരും കാണുമല്ലോ. ഇപ്പൊ ഈ സ്കൂളിൽ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആ ക്ലാസ് തന്നെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇവിടെ നിന്നത്. കാരണം വെച്ചാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പൊട്ടി വന്നതിന് ശേഷം ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിയായി വരുന്നത്, കൗൺസിലിംഗ് ഒക്കെ ചെയ്താണ്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുത്തിട്ട് ഇതൊക്കെ കാടും മൂടി കിടക്കുന്നതൊക്കെ. ഇതിപ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് വെട്ടി റെഡിയാക്കി എടുത്തതാണ്. ഒരു പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. അപ്പൊ ഇത്രയും റിസ്ക് എടുത്ത് നിൽക്കാൻ കാരണം വെച്ചാൽ ഒന്നാമത് ഇവർക്ക് ഇതേ സ്കൂൾ കിട്ടും. പിന്നെ മദ്രസ ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ലോങ് ആകുമ്പോൾ പോക്കും വരവും, പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പോകാനും പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ എങ്ങനെയൊക്കെ പറ്റിപ്പിടിച്ച് ഇവിടെ തന്നെ നിന്നത്. അന്യ സ്കൂളിൽ പോകണ്ട? ഏത് ക്ലാസ്സിലാ? വാ മാറ്റിയില്ല, ഡ്രസ്സ് മാറ്റിയില്ല. ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലാ? ആണോ? പാട്ടൊക്കെ പാടും നീ? ഇല്ല. ഫ്രണ്ട്സിനെ കാണണ്ടേ? എന്താ പേര്? സൽമാൻ. അപ്പോ ഷാനയും സൽമാനും സ്കൂളിൽ പോകാൻ പോവാണ്. സ്കൂളിലേക്ക് ഒരുങ്ങുകയാണ്. പെട്ടെന്ന് പോവില്ലേ? ഹാപ്പി അല്ലേ? ടെൻഷൻ ഒന്നാവണ്ട കേട്ടോ. ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോ ഹാപ്പിയാണ്. അവർ സ്കൂളിലേക്ക് ഒരുങ്ങുന്നു. കൃത്യം 10 മണിയാവുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അവിടെ എത്തി. ഷാനയെ പോലുള്ള 100 കണക്കിന് കുട്ടികളെ, കൃത്യമായി പറഞ്ഞ 614 കുട്ടികളാണ് വെള്ളാറമലയിലെ സ്കൂളിൽ നിന്ന് ഇപ്പോൾ മേപ്പാടി സ്കൂളിലേക്ക് എത്തുന്നത്. അവരൊക്കെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അധ്യാപകരും നാട്ടുകാരും ഒക്കെ അതിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ്.